നോക്കൂ, കേരള PSC പരീക്ഷകളിൽ മലയാളം കണക്റ്റഡായി പഠിക്കുകയാണ്, മുൻകാല ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ എത്ര എളുപ്പം കഴിയും. ഇപ്പോൾ ഇവിടെ ഒരു ചോദ്യം നോക്കൂ, ഒറ്റപ്പദം. ആ ഒറ്റപ്പദം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. നിങ്ങൾ പിപഠിഷു എന്ന് ഓർത്തു വെക്കാൻ എത്ര എളുപ്പമാണ്. പിപഠിഷു, പഡ് എന്ന് പറയുന്ന ധാതുവിൽ നിന്നാണ് അത് പി എന്നുകൂടി ചേർത്ത് പഠിക്കാനുള്ള ആഗ്രഹത്തെ പറയുന്നു. പിപഠിഷ എന്ന് പറഞ്ഞാൽ പഠിക്കാനുള്ള ആഗ്രഹമാണ്. പിപഠിഷു എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെ ആളിനെ ആണ് പിപഠിഷു എന്ന് പറയുന്നത്. ഇപ്പം പിപാസു നോക്കൂ എത്ര എളുപ്പമായപ്പോൾ. അവിടെ പ എന്ന് പറഞ്ഞാൽ കുടിക്കലാണ്. അപ്പം അവിടെ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? പിപാസ എന്ന് പറയുന്നത്. അപ്പം പിപാസു എന്ന് പറയുമ്പോൾ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, കുടിക്കാനുള്ള ആഗ്രഹമാണ് പിപാസ. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ പിപാസയായി. ദിദൃശു എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഈ ദൃശ്യം അല്ലെ, ദൃശ്യവുമായി ബന്ധപ്പെട്ടതാണ്. കാണുക, കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് എന്തെന്ന് പറയുന്നത്? ദ്രിദിഷു എന്ന് പറയുന്നത്. ദ്രിദിഷ എന്ന് പറയുന്നതോ അത് കാണാനുള്ള ആഗ്രഹമാണ്. ഇതുപോലെ ബുഭുക്ഷു, ഇപ്പൊ തന്നെ അറിയാല്ലേ, ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ന് പറഞ്ഞാൽ വിശന്നിരിക്കുന്നവൻ. അതുപോലെ തന്നെ നോക്കൂ വരുന്നത്, അങ്ങനെ വരുന്ന വാക്കുകൾ നിങ്ങൾ നോക്കൂ. ജിഗീഷു, ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. തിതീർഷുവിൽ തരണമുണ്ട്. ആ തരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആൾ. ഇങ്ങനെ അർത്ഥമറിഞ്ഞ് ഒരു ചോദ്യം വന്നാൽ അതിനോട് ബന്ധപ്പെട്ട ഭാഗങ്ങളും കൂടി പഠിച്ചു പോയാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വളരെ പെട്ടെന്ന് മലയാളം എത്തും. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദനൻ MV. വിൻഡോജുവിൻ്റെ ഇത് 2ാമത്തെ മലയാളം ക്ലാസ് ആണ്. നമ്മൾ എല്ലാ വിഷയങ്ങളും, ഇംഗ്ലീഷും മാത്സും എല്ലാ വിഷയങ്ങളും ഇതുപോലെ എടുത്തു പോകുന്ന 10th ലെവൽ എക്സാമിന് വേണ്ടി മാത്രമുള്ള ക്ലാസ്സുകളാണ്. പക്ഷേ ഇംഗ്ലീഷും മലയാളവും മാത്സും എല്ലാ വിഷയങ്ങളും എല്ലാ ക്ലാസ്സുകാർക്കും ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നമ്മളൊരു ചോദ്യം, ആ ചോദ്യവുമോട് അനുബന്ധപ്പെട്ട വസ്തുതകൾ, അത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, അങ്ങനെ ഓരോന്നും, ചരിത്രം, ജോഗ്രഫി ഒക്കെ എടുത്തിട്ട് ഇപ്പം നമ്മൾ ഏകദേശം 2ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഈ അടുത്ത കാലത്തെ ചോദ്യങ്ങൾ എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. ഇന്ന് മലയാളമാണ്. ഇപ്പം മലയാളത്തിലെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പം ഇതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് എന്തെല്ലാം കിട്ടും? നിങ്ങൾക്ക് ഈ വീഡിയോ ഇടുന്നതിൻ്റെ പിറ്റേ ദിവസം ഇതിൻ്റെ നോട്ട് കിട്ടും, വിശദമായ നോട്ട് കിട്ടും. ഇതിലുള്ള കാര്യങ്ങളെ നിങ്ങളെ പഠിപ്പിക്കാൻ 24x7 മണിക്കൂറും അവൈലബിൾ ആയിട്ടുള്ള ഒരു AI ടീച്ചറെ കിട്ടും നിങ്ങൾക്ക്. അതും ടെലിഗ്രാമിൽ കിട്ടും. ഇത് കൂടാതെ രാത്രി 7 മണിക്ക് അധിക ദിവസങ്ങളിലും, ചില ദിവസം വൈകിയാൽ അടുത്ത ദിവസമോ അല്ലെങ്കിൽ കുറച്ച് വൈകിട്ട് വിടും, അധിക ദിവസങ്ങളിലും നിങ്ങൾക്ക് ഇതിനുള്ളൊരു എക്സാമും കിട്ടും. നിങ്ങളുടെ സമ്പൂർണ്ണ പഠന ഗൈഡായി നിങ്ങൾക്ക് ഉപയോഗിക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. മലയാളം കണക്ട് ചെയ്ത് പഠിക്കുക. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പൊരു ക്ലാസ് നടന്നിട്ടുണ്ട്, ആ ക്ലാസ് കൂടി കാണുക. പര്യായ പദങ്ങളും കൂട്ടത്തിൽപ്പെടാത്തത് ഏതെന്ന് കണ്ടെത്തുക. സാമുദ്രം, വസിരം, അക്ഷീപം, മഞ്ഞ്. ഇതിൽ 3 ഒന്നിൻ്റെ പര്യായ പദങ്ങളാണ്. കടലുപ്പിൻ്റെ പര്യായ പദമാണ് 3. സാമുദ്രം കടലുപ്പാണ് എന്ന് ഓർത്തു വയ്ക്കാൻ ഒരു ചെറിയ കണക്ഷൻ പോരെ. സമുദ്രവുമായി ബന്ധപ്പെട്ടതാണല്ലോ അത്, അല്ലേ? സാമുദ്രം, കടലുപ്പ് എന്നാണ്. വസിരം എന്നും കടലുപ്പിന് പറയും. ഇതൊന്നും കാണാപ്പാടം പഠിക്കരുത്. ഞാൻ പറയുന്ന പ്രോസസ്സിലൂടെ പോയാൽ മതി. നിങ്ങൾ ഇതൊക്കെ നോട്ട് എടുക്കുക. നോട്ട് എടുത്തതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കാണാപ്പാടം പഠിക്കുന്നത് ഒരു ബോറിംഗ് ഏർപ്പാടാണ്. മാത്രമല്ല അതിനേക്കാൾ എഫക്റ്റീവായ വഴിയാണ് ഞാൻ ഈ പറയുന്നത്. നിങ്ങൾ നോട്ട് എടുക്കുന്നു, അത് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ നോട്ട് പ്രസിദ്ധീകരിക്കും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ. ആ നോട്ടൊന്ന് വായിക്കുന്നു. അത് നിങ്ങൾക്ക് ബസ് പോകുമ്പോൾ വായിക്കാം. എന്നിട്ട് നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങളുടെ നോട്ട് മൊബൈലിലാക്കി വെക്കാം. അതെങ്ങനെയെന്ന് ഞാൻ പിന്നെ പറയാം. എന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് വായിക്കാം. എന്നിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഇതും കൂടി ചേർക്കണം എന്ന് പറഞ്ഞാൽ അതും കൂടി നോട്ട് ചേർക്കുക. അത് രണ്ടുപോയല്ലോ. ഇനി അത് കഴിഞ്ഞാൽ AI ടീച്ചർ വരും. ആ AI ടീച്ചറോട് നിങ്ങളുടെ സംശയങ്ങളോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും മനസ്സിലാവാത്ത ഭാഗങ്ങളോ AI ടീച്ചറോട് 24x7 സമയം ചോദിക്കാം. അല്ലെങ്കിൽ AI ടീച്ചർ നിങ്ങൾക്കത് മൊത്തം വീണ്ടും ഓർമ്മയിൽ നിൽക്കുന്നില്ലെങ്കിൽ AI ടീച്ചറോട് പഠിപ്പിക്കാൻ പറഞ്ഞാൽ അത് ചോദ്യങ്ങൾ ചോദിച്ച് തെറ്റായ ഉത്തരങ്ങൾക്ക് വിശദീകരണം തന്ന് അത് വീണ്ടും ആവർത്തിച്ച് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ലിങ്ക് അവിടെ കിട്ടും. ആൻഡ് ദ ലാസ്റ്റ് 7 മണിയുടെ കിസ്, അത് നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് 10 ചോദ്യങ്ങൾ. അത് എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. ഇതിലെ വസ്തുതകളെല്ലാം തന്നെ ചോദ്യങ്ങളായി കിട്ടും. ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾ റിവൈസ് ചെയ്താൽ മതി.
ഈ ഒരു പ്രോസസ്സ് ആവർത്തിക്കുകയാണെങ്കിൽ ഈ ക്ലാസ് നിങ്ങളുടെ കയ്യിലായി. അങ്ങനെ ഓരോരോ ക്ലാസ്സും പഠിച്ചു പോയാൽ മെല്ലെ മെല്ലെ നമ്മുടെ സ്വപ്നത്തിലേക്ക് LDC 2027 അതിനു മുമ്പ് 6000-ലധികം വേക്കൻസികൾ വരുന്ന പ്രധാനപ്പെട്ട 3 എക്സാമുകളിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിക്കാം. അപ്പോൾ തുടർച്ചയായി ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ വസിരം എന്ന വാക്കിന് കടലുപ്പ് എന്നർത്ഥമുണ്ട്. അക്ഷീപം എന്ന വാക്കിനും കടലുപ്പ് എന്നർത്ഥമുണ്ട്. മഞ്ഞിന് കടലുപ്പ് എന്നുള്ള അർത്ഥമില്ലല്ലോ, കഴിഞ്ഞു. അപ്പോൾ മഞ്ഞാണ് ഇവിടെ വ്യത്യസ്തമായത്. അപ്പോൾ ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങൾ ഉണ്ടാവാം. ഇപ്പം നിങ്ങൾ ശബ്ദധാരാവലി നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ശബ്ദധാരാവലി അത് ഓൺലൈനിലുള്ള ശബ്ദധാരാവലിയാണ് നോക്കിയത്. ഞാൻ അതിലൊന്നും ഈ അക്ഷീപത്തിന് കടലുപ്പ് ഞാൻ കണ്ടില്ല. പക്ഷേ അത് സാധാരണയായി PSC ചോദ്യങ്ങളിൽ വരാറുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത്തരം ചോദ്യങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പര്യായ പദങ്ങൾ പഠിച്ചാൽ മതി. ഇന്നതിൻ്റെ പര്യായം ഏത് എന്നതിന് പകരം ഈ ചോദ്യത്തിൽ എന്താണ് തന്നിട്ടുള്ളത്? ആ പര്യായത്തിൻ്റെ കൂട്ടത്തിൽ പെടാത്ത ഒരാളെ കാണിച്ചു തന്നു. അപ്പോൾ സൂര്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തതേത്? ദിവാകരൻ. ദിവസം, ആ ദിവസത്തിൽ ഉദിച്ചു നിൽക്കുന്ന ആളല്ലേ ദിവാകരൻ. അർക്കൻ സൂര്യനാണ്. ഭാസ്കരൻ സൂര്യനാണ്. ശശാങ്കൻ സൂര്യനല്ല. ശശാങ്കൻ എന്ന് പറഞ്ഞാൽ ശങ്ക വേണ്ട, അത് ചന്ദ്രനാണ്. ഓക്കെ, അപ്പൊ അവിടെ കൂട്ടത്തിൽപ്പെടാത്തത് ശശാങ്കനാണ്. ആ പര്യായ പദങ്ങൾ അറിയുന്ന ഒരാൾക്ക് അത് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ആകാശം കൂട്ടത്തിൽപ്പെടാത്തതേത്? ഗഗനം, വ്യോമം, അംബരം, ധരണി. അവിടെ ഗഗനവും വ്യോമവും അംബരവും ആകാശമാണ്. വ്യോമയാനം, അംബരം, അംബരചുംബികളായ എന്താണ് കെട്ടിടങ്ങൾ, അങ്ങനെയൊക്കെ പറയാറില്ലേ. ഗഗനം, ഗഗൻയാൻ നമ്മുടെ ബഹിരാകാശ യാത്രയാണ്. അപ്പം അതാണ് ആകാശം. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. പക്ഷെ ധരണി എന്താണ്? ഭൂമിയാണ്. അവിടെ ധരണിയാണ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ആള്. ഈ തീയുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധിക്കണം. തീയുടെ കാര്യത്തിൽ നിങ്ങൾ വീട്ടിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, PSC പരീക്ഷയ്ക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ് ആ ശ്രദ്ധിക്കേണ്ട കാര്യം? അനലനും അനിലനും വരും. അനലനും അനിലനും വരും, രണ്ടും നോക്കണം. അനലൻ, വഗ്നി, പാവകൻ എന്നിവ തീയിന്റെ പര്യായങ്ങളാണ്. അനലൻ, വഗ്നി, പാവകൻ എന്നിവ തീയിന്റെ പര്യായങ്ങളാണ്. എന്നാൽ അനിലൻ തീനെ കൂട്ടുന്ന ആളാണ്. കാറ്റ് വീശിയാൽ തീ കൂടും. അനിലൻ കാറ്റാണ്. ആ വള്ളിയുള്ള സംഭവം ഉണ്ടല്ലോ, അത് കാറ്റാണ്. അപ്പൊ അനലനെയും അനിലിനെയും ശ്രദ്ധിക്കണം, തീയിനെയും കാറ്റിനെയും ശ്രദ്ധിക്കണം. വീട്ടിൽ മാത്രമല്ല PSC പരീക്ഷയിലും. അനലൻ എന്താണ്? തീ ആണ്. അനിലൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. വള്ളി വന്നാൽ കാറ്റാണ്. പ്രധാനപ്പെട്ട പര്യായ പദങ്ങൾ ചിലത് ഞാൻ പരിചയപ്പെടുത്താം. അമ്മ, അംബ. അമ്മ, അംബ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഉണ്ട്. തായേ മറന്നു പോവില്ല അല്ലേ? യെസ്. മാതാവ്, ജനനി, ഇതെല്ലാവർക്കും അറിയാം, ജനിപ്പിക്കുന്ന അവരാണത്. ജനയിത്രി, നോക്കൂ, ജനിത്രി. ഇതൊക്കെ കണക്റ്റഡ് അല്ലേ? കാണാപ്പാടം പഠിക്കുന്നത് എന്തിന്? സാവിത്രി, പ്രസു. നമ്മുടെ അമ്മയ്ക്ക് സാവിത്രി എന്നൊരു പേരുണ്ട്. പ്രിയപ്പെട്ട അമ്മമാരെ, ഉമ്മമാരെ, നിങ്ങൾക്ക് സാവിത്രി എന്നുള്ള ഒരു പേര് കൂടിയുണ്ട്. പ്രസു എന്ന പേര് കൂടിയുണ്ട്. സ്നേഹത്തിൽ ചാലിച്ചോർമ്മിച്ചു വെക്കൂ അമ്മേനെ. അപ്പൊ ജനനി, മാതാവ് ഒക്കെ സാധാരണയായി ഉപയോഗിക്കുന്നു. അതിനോടൊപ്പം നോക്കാം ജനിത്രി, പ്രസു, സാവിത്രി. പ്രസു കൂടി ഉണ്ട് എന്നർത്ഥം. അപ്പൊ അച്ഛനോ മോശാക്കരുതല്ലോ അച്ഛനെ അല്ലേ. പിതാവ്, ജനനി വരുമ്പോ ഇവിടെ ജനകൻ, ജനിതാവ്, ജന്മദാതാവ്, താതൻ. ഓക്കെ, യെസ്. മകൻ എന്തൊക്കെയുണ്ട്? പുത്രൻ, അതെല്ലാവർക്കും അറിയാം. സൂതൻ എന്നൊരർത്ഥം, ഒരു പര്യായമുണ്ട് മകന്. സൂതനുണ്ട്, തനയനുണ്ട്. നോക്കൂ, ഇവിടെ തനയൻ മകനാണ്, താതൻ അച്ഛനാണ്. അതേസമയം ഇവിടെ നോക്കൂ, ഇവിടെ താതീന്നൊന്നുമില്ല കേട്ടോ, തായയാണ്, അത് ഓർക്കുക. അപ്പോൾ അവിടെ പുത്രനുണ്ട്, സുതനുണ്ട്, തനയനുണ്ട്, ആത്മജനുണ്ട്. ഇതൊക്കെ മകൻ പുല്ലിംഗ രൂപങ്ങളാണ്. ഇനി അതിൻ്റെ സ്ത്രീലിംഗ രൂപം ഓർത്ത് നോക്കിയ, പുത്രനാണെങ്കിൽ പുത്രി, സുതനാണെങ്കിൽ സുത, തനയൻ ആണെങ്കിൽ തനയ, ആത്മജനാണെങ്കിൽ ആത്മജ. അപ്പൊ അവിടെ രണ്ടർത്ഥം പഠിച്ചു, രണ്ട് പര്യായങ്ങൾ പഠിച്ചു. ഒപ്പം തന്നെ അതിൻ്റെ പുല്ലിംഗവും സ്ത്രീലിംഗവും ചോദിച്ചു. പുല്ലിംഗവും സ്ത്രീലിംഗവും ചോദിക്കും. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ നമ്മുടെ കൈ പോരുത്. ചേട്ടൻ, അഗ്രജൻ, അറ്റത്ത് നിൽക്കുന്ന ആളാ, ഏറ്റവും മുകളിൽ അല്ലെ. അഗ്രൻ എന്ന് പറഞ്ഞാൽ മുകളിലാണ്. അഗ്രജൻ ഏറ്റവും ആദ്യം ജനിച്ച ആളാണ്. പൂർവജൻ, ഇതൊക്കെ മുൻപ് ജനിച്ചവൻ എന്നുള്ള അർത്ഥമാണ്. അഗ്രജൻ, ജ്യേഷ്ഠൻ, പൂർവജൻ, അഗ്രിമൻ. ആ അഗ്രം അതല്ലെങ്കിൽ പൂർവം എന്നുള്ള വാക്ക് ഓർത്താച്ചാൽ തന്നെ നമ്മളെക്കാൾ മുന്നേ ജനിച്ച ആള്. അപ്പൊ അഗ്രജൻ, ജ്യേഷ്ഠൻ, പൂർവജൻ, അഗ്രിമൻ.
ഭാര്യയ്ക്ക് എന്താ പറയുക? പത്നി കളത്രം കാന്ത ദൈത്ര, പത്നിക്ക്. അപ്പൊ കളത്രം എന്ന വാക്ക് പരീക്ഷകളിൽ ആവർത്തിച്ചു വരുന്നതാണ്. കളത്രം എന്നുള്ള വാക്ക് വിപരീത പദങ്ങൾ ചോദിക്കും. വിപരീത പദങ്ങളായിരുന്നു മറ്റൊരു ചോദ്യം പരീക്ഷയ്ക്ക് വന്നത്. അപ്പൊ അണിയം അമരം വൃഷ്ടി സമഷ്ടി എന്തൊക്കെയാ വന്നിരിക്കുന്നത്? അണിയം വന്നു, അതിനൊപ്പം തന്നെ എന്തു വന്നു? അമരം വന്നു, വൃഷ്ടി സമഷ്ടി, ആധാനം പ്രധാനം, ഉപചയം അപചയം. ഇത് കാണുന്ന ആൾക്ക് സൂക്ഷ്മത ഇല്ലെങ്കിൽ പണി കിട്ടും. പ്രത്യേകിച്ച് എന്നെ പോലത്തെ ആൾക്ക്. എനിക്ക് സൂക്ഷ്മത കുറവാണ്, നിങ്ങൾക്കത് ഉണ്ടാവാൻ പാടില്ല, മാർക്ക് ലൂസ് ആവും. ഓക്കെ, ഇവിടെ എവിടെയാ പ്രശ്നം? ആ ഉപജയം, ആ ജ നമ്മൾ ശ്രദ്ധിക്കില്ല. അത് ച ആണ് വേണ്ടത്. ജയത്തിലെ ച അല്ല, ജ അല്ല, മറിച്ച് ചാരത്തിലെ ച ആണ് അവിടെ വേണ്ടത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കുക. ഈ പണി PSC ഇടയ്ക്കിടയ്ക്ക് ഒപ്പിക്കും. അപ്പോൾ മലയാളം ശ്രദ്ധിക്കുമ്പോൾ ഇംഗ്ലീഷൊക്കെ ആകുമ്പോൾ അതിലെ ഓരോ അക്ഷരങ്ങളും അല്ലെങ്കിൽ സ്പെല്ലിങ്ങും നമ്മൾ നല്ല ശ്രദ്ധിച്ചു നോക്കണം, നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ. അപ്പോൾ അപചയം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? നാശം, ക്ഷയം, തകർച്ച എന്നാണ്. ഇതിന്റെ കൃത്യവും വ്യാകരണവുമായ ശരിയായ വിപരീത പദം ഉപചയമാണ്. ച ആണ്, ജ അല്ല. അപ്പോ ഉപചയം അപചയം ശരിയാണ്. ഉപചയം എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി, പുഷ്ടി എന്നെല്ലാമാണ് അർത്ഥം. അപചയമോ നാശമാണ്. അപ്പൊ അപചയം, ഉപചയം, ഉപാപചയ പ്രവർത്തനങ്ങൾ നമ്മൾ ബയോളജിയിൽ പഠിക്കുന്നുണ്ട് അല്ലേ? ഉപചയം എന്ന് പറഞ്ഞാൽ അവിടെ ഉപചയവും ഉണ്ട്, അവിടെ അപചയവും ഉണ്ട്. നമ്മുടെ ജീവനെ നിലനിർത്തുന്നതിൽ പ്രധാന പ്രവർത്തനം വഹിക്കുന്ന ഒന്നാണ് ഉപാപചയ പ്രവർത്തനങ്ങൾ. അതിലെ ച ആണ്, ചയമാണ്. ഉപചയം നാശമാണ്, ഉപചയം സൃഷ്ടിയാണ്, അപചയം നാശമാണ്. അപ്പൊ അഭിവൃദ്ധി പുഷ്ടിയാണ് ഉപചയം, നാശവും അതുപോലെ തന്നെ എന്താണ്? ക്ഷയവും തകർച്ചയുമാണ് അപചയം എന്നുള്ള വാക്ക്. ഓർത്തു വെക്കാൻ എളുപ്പമാണ്. വലിയ അപചയമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെ, പ്രാസംഗികന്മാരൊക്കെ പറയുന്ന വാക്കാണ് അവിടെ. ചായും ജായും ശ്രദ്ധിക്കുക. ഇനി അണിയം അമരം. അണിയം എന്ന് പറഞ്ഞാൽ ഇതൊരു ശരിയായ ജോഡിയാണ്. ഒരു വെള്ളത്തിന്റെ, ഒരു വള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോണി, അതല്ലെങ്കിൽ കപ്പലിന്റെ മുൻഭാഗത്താണ് അണിയം, പിൻഭാഗമാണ് അമരം. ഓക്കെ, അമരം സിനിമ കണ്ടിട്ടുണ്ടോ? എത്ര പേര് കണ്ടിട്ടുണ്ട് മമ്മൂട്ടിയുടെ അമരം സിനിമ അല്ലേ? അതായത് ഇത് പിൻഭാഗമാണ് അമരം, മുൻഭാഗമാണ് അണിയം. വൃഷ്ടി സമഷ്ടി, ഇതും ശരിയായ ജോഡിയാണ്. വ്യക്തിയെ അല്ലെങ്കിൽ ഓരോന്നിനെയും വേറിട്ട് കാണുന്നതിനെ വൃഷ്ടി എന്ന് പറയും. സമൂഹത്തിനെ അല്ലെങ്കിൽ എല്ലാറ്റിനെയും കാണുന്നതിനെ സമഷ്ടി എന്ന് പറയും. ഇപ്പൊ വൃഷ്ടിയും സമഷ്ടിയും, ആകെ നമ്മൾ മൊത്തം കാണുമ്പോൾ സമഷ്ടി, എന്നാൽ ഓരോന്നിനെ എടുത്ത് കാണുമ്പോൾ വൃഷ്ടി. വൃഷ്ടി സമഷ്ടി. ആധാനം പ്രധാനം, ഇതും ശരിയായ ജോഡിയാണ്. ദാനം ശ്രദ്ധിക്കുക. ആ ദാനം എന്ന് പറഞ്ഞാൽ സ്വീകരിക്കലാണ്, ആ ദാനത്തെ സ്വീകരിക്കലാണ്. പ്രധാനം എന്ന് പറഞ്ഞാലോ അങ്ങോട്ട് നൽകലാണ്. ആദാനം സ്വീകരിക്കൽ, പ്രധാനം നൽകൽ. ഓക്കെ, അപ്പോൾ മറ്റ് വിപരീത പദ ജോഡികളിൽ നിങ്ങൾ ഓർക്കേണ്ടത് പുരോഗതിയുടെ വിപരീതമാണ് അധോഗതി. പൗരസ്ത്യം, പാശ്ചാത്യം. പൗരസ്ത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടുകൾ, ഇന്ത്യ, ചൈന, അറേബ്യ, ഇറാൻ, ഇറാഖ്, ഇതൊക്കെ പൗരസ്ത്യ നാടുകളാണ്. പാശ്ചാത്യം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ്. അപ്പോൾ അവിടെ ഓക്കെ ആയല്ലോ. അടുത്ത ഭാഗത്തേക്ക് പോവാം. അടുത്ത ഭാഗം നമുക്കറിയാം. അടുത്ത ഭാഗത്തിൽ നോക്കൂ, പ്രധാനമായും നമ്മളെ കുഴപ്പിക്കുന്ന ചില ചോദ്യങ്ങൾ വരാൻ പോകുന്നുണ്ട്, വരുന്നേ ഉള്ളൂ. അതിനു മുന്നേ പഴഞ്ചൊല്ലും അർത്ഥങ്ങളും വരാറുണ്ട്. ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത്. ഇതിന്റെ അർത്ഥമൊന്ന് നോക്കിയാൽ മതി. എന്താ ചതയുക എന്ന് പറഞ്ഞാൽ? മുറിവേൽക്കലോ ദുർബലമാകുന്ന ഭാഗത്തെ അല്ലേ ചതയുക എന്ന് പറഞ്ഞാൽ? ഒരു ഇരുമ്പിന്റെ മുകളിൽ കൂടി ഒരു വണ്ടി കയറിയാൽ ഇരുമ്പ് ചതയില്ല. എന്നാൽ നമ്മുടെ കയ്യിന്റെ മുകളിൽ കൂടെ ഒരു വണ്ടി കയറിയാലോ അത് ചതയും. ദുർബലമായ ഭാഗമാണ് ചതയുക. ചതയില്ലാത്തിടം എന്ന് പറഞ്ഞാൽ അവിടെ ദുർബലമല്ല, അല്ല, നല്ല ബലമുണ്ട്. അവിടെ നിങ്ങൾ കത്തി വെക്കാൻ നിൽക്കണ്ട. വെണ്ടയ്ക്ക മുറിക്കുന്ന കത്തി കൊണ്ട് ഇരുമ്പ് മുറിക്കാൻ നിൽക്കണ്ട എന്നർത്ഥം. എന്താണ് ഇതിന്റെ അർത്ഥം? ഇതിന്റെ അർത്ഥം ശത്രുക്കളെ സൂക്ഷിക്കണം എന്നാണോ? ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത് എന്നുള്ളതാണ്. വെണ്ടയ്ക്ക മുറിക്കാൻ കത്തി ഉപയോഗിക്കാം, ആ കത്തി എടുത്തിട്ട് ഇരുമ്പ് മുറിക്കാൻ പാടില്ല. ചതയില്ലാത്തിടത്ത് കത്തി വെക്കരുത്. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യം എന്താ?
ഓക്കെ, അതാണ് ചതവ്. ചതയില്ലാത്ത ഇടം എന്ന് പറഞ്ഞാൽ ഒട്ടും ചതയാത്ത ഉറച്ച കട്ടിയുള്ള പ്രദേശത്ത് വെറുതെ കത്തി പ്രയോഗിക്കാൻ നിൽക്കണ്ട, വൃഥാ പരിശ്രമം നടത്തണ്ട എന്നർത്ഥം. അപ്പൊ ഇവിടെ എന്താണ്? ഒന്നും നടക്കാൻ സാധ്യതയില്ലാത്ത, യാതൊരു ഫലവും ലഭിക്കാത്ത ഒരിടത്ത് നിങ്ങളുടെ വിലപ്പെട്ട സമയവും പ്രയത്നവും പാഴാക്കരുത്. റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വേണം ട്ടാ. PSC പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ആ സിലബസ് പ്രകാരം ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ മാത്രം പ്രയോഗിക്കുക, അവിടെ മാത്രം പഠിക്കുക. അല്ലാതെ ചോദ്യം വായിക്കാൻ വരാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അപൂർവങ്ങളായി മാത്രം ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള NCERT ഉണ്ട് പഠിച്ചു കളയാം ആദ്യം. ഇവിടെ SCERT ഉണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഉണ്ട്. അതവിടെ നിർത്തിക്കുക. അത് പഠിച്ചാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് കയറാം. അപ്പോഴാണ് ഒരു പൂതി NCERT കൂടി പഠിക്കാം. SCERT കഴിയട്ടെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കഴിയട്ടെ. എങ്ങനെ അത് പഠിക്കണം എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബാക്കി പഠിക്കാടോ. നിങ്ങളിത് രണ്ടും പഠിച്ചു കഴിയുമ്പോഴേക്കും തന്നെ നിങ്ങൾ ലിസ്റ്റ് കയറിയിട്ടുണ്ടായിരിക്കും, ജോലിയും കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ ജോലി കിട്ടിയതിന് ശേഷം NCERT പഠിച്ചോളൂ. അക്കരപ്പച്ച, അകലെ കാണുന്നതിനെല്ലാം കൂടുതൽ ഭംഗിയുണ്ടെന്ന് തോന്നുക, ലഭ്യമല്ലാത്തത് തോന്നുന്നതിനോടുള്ള ആകർഷണം. അക്കരപ്പച്ച, ഇവിടെ നിൽക്കുമ്പോൾ അപ്പുറത്ത്, ഞങ്ങളുടെ നാട് ഭാരതപ്പുഴയുടെ ഇപ്പുറത്താണ്, തിരുനാവായ അപ്പുറത്താണ്. അപ്പം അവിടെ ബലിയിടാൻ വരുന്നവർ ഇപ്പുറത്തേക്ക് നോക്കി തൊഴും. ബ്രഹ്മാവിൻ്റെ അമ്പലമുണ്ട് അവിടെ, എന്തിൻ്റെ അമ്പലമുണ്ട്? വിഷ്ണുവിൻ്റെ അമ്പലമുണ്ട്. അല്ല, ബ്രഹ്മാവിൻ്റെ അമ്പലവും ശിവന്റെ അമ്പലവും ഉണ്ട്. അപ്പൊ ഇക്കരെ നിൽക്കുന്ന ഞങ്ങൾക്ക് തോന്നും അക്കരെ നല്ല പച്ചയാണ് എന്ന്, നല്ല ഭംഗിയുണ്ട്, കുറേയും കൂടി രസകരമാണ് എന്ന്. ഇത് ആണ് അക്കരെ പച്ച എന്ന് പറയുന്നത്. ഇപ്പൊ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ വലിയ സുഖമാണെന്ന് വിചാരിക്കും. അങ്ങനെ നമുക്ക് അപ്പുറത്തുള്ളത്, അകലെ കാണുന്നതിനെല്ലാം അല്ലെങ്കിൽ നമ്മുടേതല്ലാത്തൊരു കരയിലുള്ളതൊക്കെ കൂടുതൽ രസകരമാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് അക്കരപ്പച്ച. അങ്ങാടിപ്പാട്ട് എന്താ? അങ്ങാടിയിൽ ഒരു കാര്യം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ നിൽക്കുവോ? അത് പാട്ടായി. അങ്ങാടിപ്പാട്ട് നിങ്ങൾക്കൊക്കെ അറിയാം. എന്താണ്? പരസ്യമായ രഹസ്യമെന്നോ പരസ്യമെന്നോ. ഊഴിയം നടത്തുക നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല. പക്ഷെ ഊഴിയം വേലയ്ക്കെതിരെ പ്രവർത്തിച്ച ആളാണ് വൈകുണ്ഠസ്വാമികൾ എന്ന് പഠിച്ചിട്ടുണ്ടാവും. എന്താ ഊഴിയം വേല എന്ന് പറഞ്ഞാൽ? കൂലിയില്ലാത്ത ജോലിക്കാണ് ഊഴിയം വേല. പണ്ടത്തെ കാലത്തെ ഒരു സംവിധാനമായിരുന്നു. ആ ഊഴിയം വേലയ്ക്കെതിരെ പ്രവർത്തിച്ച ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. അപ്പൊ ഊഴിയം നടത്തുക എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥതയില്ലാത്ത പ്രവർത്തിക്കുക എന്നും കൂടി അർത്ഥമുണ്ട്. ഇവിടെ കൂലിയില്ലാതെ ജോലി ചെയ്യുക, ആത്മാർത്ഥതയില്ലാത്ത പ്രവർത്തിക്കുക, രണ്ടർത്ഥവുമുണ്ട്. സർക്കാർ ഓഫീസുകളിൽ ചില ഉദ്യോഗസ്ഥർ ജോലി ചെയ്യാതെ ഊഴിയം നടത്തുകയാണ്. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല. നിങ്ങൾ പേപ്പറിൽ ഒരു പശുവിനെ വരച്ച് നോക്ക്, എന്നിട്ട് അതിന് പുല്ല് കൊണ്ടെടുത്താൽ അത് പുല്ല് തിന്നുമോ? അതായത് നിങ്ങൾ ഇപ്പോൾ ഈ മാർക്സിസ്റ്റുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സിദ്ധാന്തം എന്താണ്? പ്രയോഗവൽക്കരിക്കാത്ത ദർശനത്തിൽ അർത്ഥമില്ല. ഒരു കാര്യം കടലാസിന് മാത്രം എഴുതി വലിയ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വെക്കും നിങ്ങൾ, അല്ലേ? എന്നിട്ടോ ആ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുമോ? പഠിക്കില്ല. വലിയ ക്ലാസ്സുകളൊക്കെ കാണും, ക്ലാസ്സിൻ്റെ നോട്ട് എടുക്കുമോ? നോട്ട് എടുക്കില്ല. ഇതൊക്കെ എട്ടിലെ പശുവാ, ഇത് പുല്ല് തിന്നാൻ പോകുന്നില്ല. നിങ്ങളതിനെ പ്രയോഗവൽക്കരിക്കണം. അതായത് പ്രായോഗികമായ അറിവ് പുസ്തകത്തിൽ മാത്രം ഒതുങ്ങുന്ന വിജ്ഞാനം കൊണ്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വീഡിയോ ക്ലാസ് കണ്ടാൽ നോട്ട് എടുക്കുക, വീണ്ടും നമ്മുടെ നോട്ട് വരും, ആ നോട്ട് ഒന്ന് പൂരിപ്പിക്കുക, എന്നിട്ട് AI ടീച്ചറെ നോക്കി വീണ്ടും പഠിക്കുക, എന്നിട്ട് എക്സാമും ചെയ്യുക. അതാണ് അതിൻ്റെ പ്രയോഗവൽക്കരണം. അല്ലാതെ ഒരുപാട് ക്ലാസ്, ഒരു വീഡിയോ കണ്ടു, യൂട്യൂബ് വീഡിയോ കണ്ട്, അടുത്ത ആളുടെ യൂട്യൂബ് വീഡിയോ കണ്ട് അത് പകുതിയാക്കി. ഞങ്ങളുടെ നാട്ടിൽ ആട് ഇല കടിക്കുന്ന പോലെ ഒന്നും പൂർണ്ണാക്കില്ല. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ കൃഷിയെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചത് കൊണ്ട് കാര്യമില്ല. നേരിട്ട് മണ്ണിലിറങ്ങി പണിയെടുക്കണം. ഇതൊക്കെ എന്തിൻ്റെ സമാനമായ അർത്ഥമാണ്? എട്ടിലെ പശു പുല്ല് തിന്നുന്നില്ല. ഗണപതിക്ക് കുറിക്കുക. ഈ ഹിന്ദു മിതോളജി, ഹിന്ദു വിശ്വാസപ്രകാരം ഞങ്ങളൊക്കെ എന്തെങ്കിലും തുടങ്ങുമ്പോൾ എന്താണ്? ഗണപതിക്ക് തുടങ്ങും, ഗണപതിക്ക് കൊടുത്തും കൊണ്ടാണ് തുടങ്ങുക. അപ്പൊ ഗണപതിനെ വിചാരിച്ചിട്ടാണ് എന്തെങ്കിലും ആരംഭിക്കുക. ഓക്കെ, അതിനെയാണ് ആരംഭിക്കുക, തുടക്കം കുറിക്കുക എന്നുള്ളതാണ് ഗണപതിക്ക് കുറിക്കുക എന്ന് പറഞ്ഞാൽ. പുതിയ സിനിമയുടെ കഥയ്ക്ക് അദ്ദേഹം ഇന്നലെ ഗണപതിക്ക് കുറിച്ചു, തുടക്കം കുറിച്ചു. ധൃതരാഷ്ട്ര എന്ന് പറയുന്ന ഒരു കഥാപാത്രം മഹാഭാരതത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ അനിയനായ പാണ്ഡുവിന്റെ മക്കളാണ് ഭീമനും അർജുനനും ഒക്കെ. ഇപ്പൊ ഭീമനോട് വലിയ ദേഷ്യമുണ്ട്. കാരണം സ്വന്തം മകനായ ദുര്യോധനനും ഭീമനും തമ്മിൽ ഒരു സ്വരച്ചേർച്ചയുമില്ല. ധൃതരാഷ്ട്രൻ നല്ല ശക്തിയുള്ള ആളാണ്. അദ്ദേഹം ഭീമനെ ആലിംഗനം ചെയ്യുന്നുണ്ട്. എന്താണ് ആലിംഗനം ചെയ്യുന്നതിന്റെ ഉദ്ദേശം?
സ്നേഹം കൊണ്ടാണെന്ന് വിചാരിക്കരുത്, ഞെരിഞ്ഞമർത്തി കൊല്ലാനുള്ള ആലിംഗനമാണ്. അപ്പൊ ധൃതരാഷ്ട്ര ആലിംഗനം എന്ന് പറഞ്ഞാൽ സ്നേഹം നടിച്ചുള്ള ആലിംഗനമാണ്, പക്ഷെ അതിൻ്റെ പിന്നിൽ കൊല്ലുക എന്നുള്ള ഉദ്ദേശമാണ്. അപ്പൊ ഉള്ളിൽ പക വെച്ചുകൊണ്ടുള്ള സ്നേഹപ്രകടനം, സ്നേഹം നടിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കൽ, രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർ പരസ്പരം നടത്തുന്നത് പലപ്പോഴും ധൃതരാഷ്ട്രാലിംഗനമാണ്. ഭഗീരഥ പ്രയത്നം. ഭഗീരഥൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് അതികഠിനമായ പ്രയത്നം നടത്തി. എന്തിനാ പ്രയത്നം നടത്തുന്നത്? തൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി, അവർക്ക് സ്വർഗപ്രാപ്തിക്ക് വേണ്ടി. ഗംഗ അന്ന് ശിവന്റെ മുടിയിൽ ഒളിച്ചിരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ഗംഗയെ വഴി വെട്ടി എവിടേക്ക് കൊണ്ടുവന്നു എന്നാണ്, ഭൂമിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടി വലിയ പ്രയത്നം ഈ ഭഗീരഥ രാജാവ് നടത്തി. അതാണ് ഭഗീരഥ പ്രയത്നം. സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകാൻ അയാൾ നടത്തിയത് ഒരു ഭഗീരഥ പ്രയത്നം തന്നെയായിരുന്നു. നിങ്ങളൊരു ഭഗീരഥ പ്രയത്നമാണോ നടത്തുന്നത്? ഇനി എതിർലിംഗങ്ങൾ വരും. നേതാവ്, നേത്രി. എതിർലിംഗം എന്ന് പറഞ്ഞാൽ എതിരല്ല കേട്ടോ. അച്ഛൻ, അമ്മ എതിരല്ല. വീട്ടിൽ ചിലപ്പോൾ അച്ഛനും അമ്മയും ചെറിയ കശപിശയൊക്കെ ഉണ്ടാവും. മക്കളൊന്ന് അമ്മേനെ കുറ്റം പറഞ്ഞു നോക്ക്, അച്ഛൻ്റെ സ്വഭാവം മാറും. അച്ഛനെ മക്കളൊന്ന് കുറ്റം പറഞ്ഞു നോക്ക്, അമ്മയുടെ സ്വഭാവം മാറും. അപ്പം അവരെതിരല്ല. അതെ, പുല്ലിംഗവും സ്ത്രീലിംഗവുമാണ്. രണ്ടും കൂടി യോജിച്ചാലേ കാര്യം നടക്കൂ. എതിരല്ല. അപ്പൊ അവിടെ നേതാവ്, നേത്രി, അത് പുല്ലിംഗവും സ്ത്രീലിംഗവുമാണ്. വിദ്വാൻ, വിദുഷിയാണ്, പുല്ലിംഗവും സ്ത്രീലിംഗവുമാണ്. കവി, കവയിത്രി. ശ്രദ്ധിക്കണേ, ഇത് കവിയത്രി എന്ന് തരും പലയിടത്തും. കവിയത്രി ഇല്ല, കവയിത്രിയാണ്. കവിക്ക് സ്ത്രീലിംഗം കവയിത്രിയാണ്. അപായം, ഉപായം. ഇത് പുല്ലിംഗോ സ്ത്രീലിംഗോ അല്ല. അപായം, ഉപായം എന്താണ്? എതിർപദങ്ങളാണ്. അപായത്തിന് വിപരീതമാണ് ഉപായം. അപായം എന്ന് പറഞ്ഞാൽ എന്താണ്? അപകടമാണ്. ഉപായം എന്ന് പറഞ്ഞാൽ എന്താണ്? അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായമാണ്. അപ്പൊ അവിടെ എന്താണ്? ഇവിടെ ഓപ്പോസിറ്റ് ആണ്. അപായം എന്ന വാക്കിന്റെ അർത്ഥം ആപത്ത്, നാശം, ദോഷം എന്നിവയൊക്കെയാണ്. ഉപായം എന്ന വാക്കോ തന്ത്രം, മാർഗം, പോംവഴി എന്നിവയാണ്. അപ്പോൾ ഇവിടെ ഇവ രണ്ടും അർത്ഥത്തിൽ വിപരീതമായ ആശയങ്ങളാണ്. അവ പുല്ലിംഗമോ സ്ത്രീലിംഗമോ അല്ല. അപ്പൊ എതിർലിംഗങ്ങൾ വേറെ, എതിർപദം വേറെ. ഇവിടെ തന്നത് മുഴുവൻ എന്താണ്? എതിർലിംഗങ്ങളായിരുന്നു. പക്ഷെ ഇത് മാത്രമാണ് എതിർപദങ്ങൾ. അപ്പോൾ നോക്കൂ, പല ടൈപ്പിലാണ് ചോദ്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കുക. ഇപ്പോൾ ഈ കവയിത്രി എന്ന് ശ്രദ്ധിക്കണം. കവയിത്രിയാണ്, ഒരിക്കലും കവിയിത്രിയല്ല. ഒറ്റപ്പദം. നേരത്തെ നമ്മൾ ചോദിച്ചു, പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ഇനി നിങ്ങൾ പറക്കില്ല, പി പഠിച്ചു അല്ലേ? അപ്പോ പി പഠിച്ചു എന്ന് പറഞ്ഞാൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. പി പഠിഷയ, പി പഠിഷ, ആ ഊണ്ട് പോയാൽ അത് പഠിക്കാനുള്ള ആഗ്രഹമാണ്. നോക്കൂ, അടുത്തത് പിപാസു. പിപാസു എന്ന് പറഞ്ഞാൽ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ പിപാസയോ, അത് കുടിക്കാനുള്ള ആഗ്രഹം. അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു നോക്കൂ. ദി ദൃശു, ദൃശ്യം എന്ന് പറഞ്ഞാൽ കാഴ്ചയാണ്. അപ്പൊ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ദിദൃക്ഷു. എന്നാൽ കാണാനുള്ള ആഗ്രഹമാണ് ദിദൃക്ഷ. ബുഭുക്ഷു, വിശക്കുണ്ടോ നിങ്ങൾക്ക്? മറ്റേ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹമാണ് ബുഭുക്ഷു. ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹമാണ് ബുഭുക്ഷ. ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ, വിശക്കിരിക്കുന്ന ആളാണ് ബുഭുക്ഷു. അതുപോലെ ഈ ഭാഗത്ത് നിന്ന് വരുന്നതാണ് ജിജ്ഞാസു. അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ജിജ്ഞാസയോ അറിയാനുള്ള ആഗ്രഹമാണ്. മുക്തൻ, മോചനം നേടിയ ആൾ. ജിഗീഷു. ജിഗീഷു എന്ന് പറഞ്ഞാൽ ജയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ആ എന്തുണ്ട്? ജി എന്നുള്ളതിൽ ജയം ഉണ്ട് എന്ന് ഓർക്കുക. ശുശ്രൂഷു, നിങ്ങൾക്ക് തെറ്റിപ്പോകും. ശുശ്രൂഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ആ ശുശ്രൂഷുവിനെ എടുക്കുക. അവിടെ ശ്രു എന്ന് പറഞ്ഞാൽ കേൾക്കുക. ശ്രുതിയിൽ നിന്നാണ് ആ ശ്രു വരുന്നത്. ശുശ്രൂഷു, കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. ശുശ്രൂഷ അപ്പൊ എന്തായിരിക്കും? കേൾക്കാനുള്ള ആഗ്രഹമാണ്. ഓക്കെ, കൂടുതൽ പ്രധാനപ്പെട്ട ഒറ്റപ്പദങ്ങൾ. തിദീർഷു, അവിടെ തരണത്തിൽ നിന്നാണ് ആ തീർഷു വരുന്നത്. അപ്പൊ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾ, കടക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് തിദീർഷു. കടക്കുക എന്നുള്ളതിൽ നിന്നാണ്. അതായത് ഈ സംസാര സാഗരം കടക്കാൻ, ആത്മീയമായ അർത്ഥമാണ്. ഈ സംസാരമാകെ ദുരിതമാണ്, മോഹങ്ങളാണ്. ഇതൊന്നും കടക്കണം എന്നുള്ള ആഗ്രഹമല്ലട്ടത്. നമ്മുടെ ദുഃഖങ്ങളെ കടക്കാനുള്ള ആഗ്രഹമാക്കി മാറ്റുക. അതായത് നമ്മുടെ ദുഃഖം
PSCക്ക് ജോലി കിട്ടുന്നില്ല, പഠിച്ചിട്ടും ജോലി കിട്ടുന്നില്ല. അത് നിങ്ങളുടെ ദുഃഖമാണ്. പഠിച്ചിട്ടും ജോലി കിട്ടുന്നില്ല എന്നാണ് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ ശരിയായ രീതിയിൽ പഠിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത്. ശരിയായ രീതിയിൽ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ ശരിയായ രീതിയിൽ പഠിക്കണമെന്ന് ഞാൻ വീട്ടിലിരുന്ന് പഠിക്കാം, മുന്നേ തുടങ്ങാം, മുമ്പിലെത്താം എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്. നിങ്ങൾ മുഴുവൻ കണ്ടോക്ക്, അതിൽ ശരിയായ പഠനം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സംസാര സാഗരം, നമ്മുടെ ഈ അറിവില്ലായ്മ അത് മറികടക്കലാണ്. എല്ലാറ്റിനും ഒരു സൊല്യൂഷൻ ഉണ്ട് എന്നറിയുക. മുമുക്ഷു മോക്ഷം ആഗ്രഹിക്കുന്ന ആളാണ്. അത് മോചിപ്പിക്കുക, വിടുവിക്കുക. ഒരു യഥാർത്ഥ സന്യാസി ലൗകിക സുഖങ്ങളല്ല, മോക്ഷമാണ് ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ ഈ കാലത്ത് കൊടുത്ത അർത്ഥമാണ്. യഥാർത്ഥത്തിൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, മോക്ഷം എന്ന് പറഞ്ഞാൽ അത് മരണാനന്തരമുള്ള മോക്ഷമല്ല, അത് ജീവിച്ചിരിക്കുമ്പോഴുള്ള മോക്ഷമാണ്. ആന്തരികവും ബാഹ്യവുമായ എല്ലാ പാരതന്ത്ര്യങ്ങളിൽ നിന്നുമുള്ള മോക്ഷം. നിങ്ങൾക്ക് 2 പാരതന്ത്ര്യം പറയട്ടെ. നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി ക്രിസിസ് ഉണ്ട്. എന്താണ് എൻ്റെ ഐഡന്റിറ്റി? അപ്പോൾ ഒരു സോഷ്യൽ റെക്കഗ്നീഷൻ വേണം, അല്ലെങ്കിൽ ഫണ്ട് വേണം. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഒരു സർക്കാർ ജോലിക്ക് ആഗ്രഹിക്കുക. അതിന് സുരക്ഷിതത്വമുണ്ട്, ഫണ്ട് ഉണ്ട്, സോഷ്യൽ റെക്കഗ്നീഷൻ ഉണ്ട്. അത് നിങ്ങളുടെ ബാഹ്യമായ ഒന്നാണ്. അത് മറ്റുള്ളവരെ ആശ്രയിച്ചിട്ടുള്ള ഒന്നാണ്. ഇതാണ് ബാഹ്യമായ പാരതന്ത്ര്യം. അതിൽ നിന്ന് മോചനം നേടാനുള്ള വഴിയാണ് സർക്കാർ ജോലി കിട്ടുക എന്നുള്ളത്. എന്നാൽ ആന്തരികമായ ഒരു പാരതന്ത്ര്യമുണ്ട്. അതെന്താണ്? ആ ജോലി കിട്ടാനുള്ള വേണ്ടത്ര അറിവ് നിങ്ങൾക്കില്ല. ആ ജോലി കിട്ടാനുള്ള ടെസ്റ്റ് പാസ്സാവില്ലേ എന്നുള്ള ഒരു ഭയം നിങ്ങൾക്കുണ്ട്. ഇത് നിങ്ങളുടെ ആന്തരികമായ ഭയമാണ്, ആന്തരികമായ പാരതന്ത്ര്യമാണ്. ഇതിൽ നിന്നും മോചനം വേണം. നോക്കൂ, നമ്മളൊക്കെ ഏറെക്കുറെ തുല്യ ബുദ്ധിയുള്ള ആളുകളാണ്. ആർക്കും പഠിച്ചെടുക്കാൻ പറ്റാവുന്ന ഒന്നാണ് 10ാം ക്ലാസ് വരെയുള്ള പാഠം. അതുകൊണ്ടാണ് 10ാം ക്ലാസ് വരെ എല്ലാവരും എല്ലാതും പഠിക്കണം എന്ന് പറയുന്നത്. എല്ലാവർക്കും പഠിക്കാൻ പറ്റാവുന്ന കാര്യമേ ഉള്ളൂ. ഡീപ്പായിട്ടുള്ള മാത്സ് ഇല്ല, ഡീപ്പായിട്ടുള്ള സയൻസ് ഇല്ല, ഡീപ്പായിട്ടുള്ള മലയാളം ഇല്ല. നിങ്ങൾക്കും അത് പഠിക്കാൻ സാധിക്കും. ആ ഭയത്തിൽ നിന്നാണ് നിങ്ങൾ മോചനം നേടേണ്ടത്. അതിനൊരു വഴിയുണ്ട്, ആ വഴി കണ്ടെത്തണം. ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകളുണ്ട്. 1000-നും 2000-നും ഇടയിൽ നിങ്ങൾക്ക് മികച്ച ഓൺലൈൻ ക്ലാസ്സുകൾ കിട്ടാനുണ്ട്. സമയവും കാശും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 15,000 16,000 മുടക്കി ഓഫ്ലൈനിൽ പോവാം. പ്രശ്നം നിങ്ങളുടേതാണ്. ഇത് നിങ്ങളുടെ ആന്തരികമായ ഭയത്തിൻ്റെ പ്രശ്നമാണ്. ആ ആന്തരികമായ പാരതന്ത്ര്യത്തിൽ നിന്ന് മുക്തി നേടിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, പഠിച്ചറിവ് നേടാൻ പറ്റും. അപ്പം ബാഹ്യമായ പാരതന്ത്ര്യം, കാശില്ലായ്മ, സമൂഹത്തിൽ അംഗീകാരമില്ലായ്മ, അതൊക്കെ തന്നെത്താൻ തിരിച്ചു വരും. അപ്പം ബാഹ്യവും ആന്തരികവുമായ പാരതന്ത്രത്തിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം. ആ മോക്ഷം ആഗ്രഹിക്കുന്ന മുമുക്ഷു ആവുക നിങ്ങൾ ഈ PSC ജോലി കിട്ടാൻ. അപ്പം നിങ്ങൾ മുമുക്ഷു ആവണം കേട്ടോ. മോക്ഷം ആഗ്രഹിക്കുന്ന ആളാവണം. ഉൽപ്പതിഷ്ണു, എപ്പോഴും ഒരു പ്രോഗ്രസീവ് മൈൻഡ് വേണം ഏത് കാര്യങ്ങളെയും കാണുമ്പോൾ. ഉൽപ്പതിഷ്ണു എന്ന് പറഞ്ഞാൽ പുരോഗമനപരമായ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കണം. പഴതിനെ തച്ചുടക്കലല്ല, മറിച്ച് പുതിയ ഒന്നിനെ ക്രിയേറ്റ് ചെയ്യാൻ. ഒരാണും പെണ്ണും കൈ കോർക്കുന്നത് കണ്ടാൽ തന്നെ ഉടൻ വിചാരിക്കേണ്ട അവരെന്തോ തമ്മിലുള്ളതാണെന്ന്. അത് നിങ്ങളുടെ മനസ്സിലുള്ള മാലിന്യമാണ്. മാത്രമല്ല അത് അവരുടെ വിഷയമാണ്. നിങ്ങളുടെ വാല്യൂസ് അവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കേണ്ട. നിങ്ങളുടെ കുട്ടിയാണെങ്കിൽ ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ ബാധ്യതയും ഉത്തരവാദിത്വവുമാണ്. അല്ലാതെ നാട്ടിലുള്ള സകല ആൾക്കാരും അവർ പരസ്യമായിട്ട് ചുംബിക്കുകയാണെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. അല്ലാത്ത സന്ദർഭങ്ങളിൽ അവർ മാന്യമായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനിലൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ കഴിയട്ടെ അവർ, ആൺപെൺ വ്യത്യാസമില്ലാതെ. ഓക്കെ, അതിലൊന്നും ഉൽപ്പതിഷ്ണു ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ജനാധിപത്യ ബോധം വേണം മറ്റുള്ളവരോട് പെരുമാറുമ്പോൾ, അല്ലേ? ഞാൻ ചില യൂട്യൂബ് ചാനലിലേക്ക് അടിയിൽ ചില ആളുകൾ പറയുന്നത് കണ്ടാൽ നമ്മുടെ തന്നെ സങ്കടം പോവും. നമ്മുടെ ഇടയിൽ ഇതുവരെ വന്നിട്ടില്ല, ഇനി വരുമോയെന്നറിയില്ല. നിങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അത് മാന്യമായി പറയാനുള്ള ശൈലി നിങ്ങളുടെ കയ്യിൽ വേണം. അപ്പോൾ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ പോരാടിയ ശ്രീനാരായണ ഗുരു വലിയ ഉൽപ്പതിഷ്ണു ആയിരുന്നു. ഇത് നിലവിലുള്ള വ്യവസ്ഥിതിയിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട്. ഇപ്പം പലരും പറയുന്നുണ്ട് സ്ത്രീകൾ ട്രൗസർ ഇട്ടിട്ടോ. ഇപ്പം എൻ്റെ മക്കളാണെങ്കിൽ അവർ ട്രൗസർ ഇട്ട് പോകുമ്പോൾ ഞാൻ പറയും അത് വേണ്ട, നമ്മുടെ സമൂഹത്തിനൊന്നും ഭാഗമായിട്ടില്ല. ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചാൽ അതിനെ സ്ത്രീകളെ വസ്തുവായിട്ട് ശരീരമായിട്ട് കാണുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. പക്ഷെ സ്ത്രീകൾ വസ്ത്രമിട്ട് പോകുമ്പോൾ അവർക്കെതിരെ ആക്രമണം ഉണ്ടായാൽ
അത് സ്ത്രീയുടെ കുഴപ്പമാണെന്ന് വിചാരിക്കരുത്. അങ്ങനെയാണെങ്കിൽ പുരുഷൻ ട്രൗസർ ഇട്ട് പോകുമ്പോൾ സ്ത്രീകൾ ആക്രമിക്കാറില്ലല്ലോ. അപ്പൊ അക്രമ സ്വഭാവമുള്ള പേപ്പട്ടിയെയാണ് കൂട്ടിലിടേണ്ടത്. അല്ലാതെ അക്രമത്തിന് വിധേയമാകുന്ന വസ്ത്ര സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്ന ഒരു രാജ്യത്ത് സ്ത്രീകളോടല്ല നിങ്ങൾ എന്ത് പറയാൻ നിൽക്കേണ്ടത്, മുഴുവസ്ത്രം ധരിക്കാൻ പറയാൻ നിൽക്കേണ്ടത്. പല പുരുഷന്മാർക്കും അങ്ങനത്തെ ഒരു തോന്നലുണ്ട്, അവൾ ഡ്രസ്സ് ഇട്ടിട്ടല്ലേ അവൻ അങ്ങനെ ചെയ്തത് എന്നത്. അത് നമ്മുടെ സമൂഹത്തിന്റെ കുഴപ്പമാണ്. നമുക്ക് ഭരണഘടന തരുന്ന അധികാരം മുഴുവൻ സ്ത്രീകൾക്കുമുണ്ട്. അത് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ സ്വന്തം മക്കളെ അങ്ങനെ വിടില്ല. ഞാൻ കുറച്ച് യാഥാസ്ഥികനാണ് ഈ കാര്യത്തിൽ. പക്ഷെ അത് അവരുടെ പെർമിഷനോട് കൂടിയിട്ടാണ്. ആ ഒരു ബോധം അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സമൂഹം അത്ര ഫിറ്റ് അല്ല. പേപ്പട്ടിയുടെ മുന്നിലേക്ക് ആരെങ്കിലും കാല് വെച്ച് കൊടുക്കുവോ? കൊടുക്കില്ല. എന്നാൽ അങ്ങനെ ഒരു കാലം വന്നാൽ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റാവുന്ന കാലമാകട്ടെ. പക്ഷെ അത് ശരീര പ്രദർശനത്തിനുള്ള ഒരു ഉപാധിയാവരുത്. പറഞ്ഞുപോയി എന്ന് മാത്രം. നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലേക്ക്, അടുത്ത ഭാഗത്തേക്ക് കൂടി പോവാം. സലിംഗ ബഹുവചനം. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നത് എന്താണ്? അപ്പൊ സ്ത്രീലിംഗം, പുരുഷലിംഗം, നപുംസകലിംഗം, ഇതിനൊക്കെ തന്നെ ഏകവചനവും ബഹുവചനവും ഉണ്ട്. ഇപ്പൊ അവൻ പുല്ലിംഗമാണ്, അവൾ സ്ത്രീലിംഗമാണ്, അത് നപുംസകമാണ്. അത് ആണും പെണ്ണും അല്ല. അത് എന്ന് പറഞ്ഞാൽ അവൻ പുല്ലിംഗം, അവൾ സ്ത്രീലിംഗം, അതോ അത് നപുംസകലിംഗമാണ്. ഇവൻ പുല്ലിംഗം, ഇവൾ സ്ത്രീലിംഗം, ഇതോ അത് ആണും പെണ്ണും അല്ലാത്തൊന്നാണ്, നപുംസകമാണ്. ഓക്കെ. അപ്പൊ ഇവിടെ സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നത്, അതിനെ നമ്മൾ സലിംഗ ബഹുവചനം. അവിടെ ലിംഗമുണ്ട്, അത് പ്ലൂരലുമാണ്. ഒന്നില്ലെങ്കിൽ പുല്ലിംഗം, അല്ലെങ്കിൽ സ്ത്രീലിംഗം, അല്ലെങ്കിൽ നപുംസകലിംഗം. ഇതാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഓക്കെ. ഏതെങ്കിലും ഒന്നിന്റെ മാത്രം, ഏതെങ്കിലും ഒരു ലിംഗത്തിന്റെ മാത്രം ബഹുവചനം, അതാണ് സലിംഗം. അപ്പൊ അവൻ, അവർ, അവൻ അവന് ഏകലിംഗാട്ടോ, അവറാണ്. മിടുക്കൻ, മിടുക്കന്മാർ. അധ്യാപകൻ, അധ്യാപകന്മാർ. സ്ത്രീലിംഗ ബഹുവചനം അവൾ, അവർ. മിടുക്കി, മിടുക്കികൾ. ദേവി, ദേവിമാർ. അധ്യാപിക, അധ്യാപികമാർ. ഞാൻ നേരത്തെ പറയേണ്ടത് അവനല്ലട്ടാ, അവരായിരുന്നു. ഓക്കെ. അപ്പോ അവൾ, അവർ. ഓക്കെ. അപ്പോ അത്, അവ, മരം, മരങ്ങൾ, പുഴ, പുഴകൾ. ഇത് നപുംസകലിംഗ ബഹുവചനമാണ്. എന്നാൽ അതുകൊണ്ട് തന്നെ പൂജക ബഹുവചനം എന്താ? പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് ബഹുവചനമല്ല, ആദരവ് കൊണ്ട് നമ്മൾ ബഹുവചനമാക്കിയതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്വാമികൾ ബഹുവചനമല്ല, ഒറ്റ ആളേ ഉള്ളൂ. ബഹുമാനം കൊണ്ട് പറയാണ് സ്വാമിക്ക് പകരം സ്വാമികൾ. ആചാര്യർ ബഹുവചനമല്ല, ഒറ്റ ആളേ ഉള്ളൂ. ബഹുമാനം കൊണ്ട് അതിനെ പ്ലൂരലാക്കിയതാണ്. അതിനെയാണ് പൂജക ബഹുവചനം എന്ന് പറയുന്നത്. ദ്വിവചനം നമ്മുടെ ഇല്ല, നമ്മുടെ ഏകവചനവും ബഹുവചനവും ഉള്ളൂ. അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞ കുട്ടികൾ, ആൺകുട്ടിയാവാം, പെൺകുട്ടിയാവാം, നപുംസകമാവാം ചിലപ്പോൾ ആ കുട്ടി. നിങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു വേദന ഉണ്ട്, പക്ഷെ വേദന വരാൻ പാടില്ല എന്നാണ് ഇന്നത്തെ കാലം പറയുന്നത്. അവരെയും നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ കുട്ടികൾ, തൊഴിലാളികൾ, യാത്രക്കാർ, ആരും കൂടെ. ഇങ്ങനെ ലിംഗത്തെ പ്രത്യേകം കാണിക്കാത്ത ബഹുവചനം, ഏത് ലിംഗത്തിനും ഫിറ്റായിട്ടുള്ളത്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി കടങ്കഥകളാണ്. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു. കേൾക്കുമ്പോൾ തന്നെ രസമല്ലേ? കാലുകൊണ്ട് വെള്ളം കുടിച്ച് തല കൊണ്ട് മുട്ടയിട്ടു. നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക്, തെങ്ങിനെ കുറിച്ചാ പറയണത്. തെങ്ങിന്റെ വേരല്ലേ വെള്ളം എടുക്കണത്, അതിനെ കാലാക്കിയെടുത്തു. എന്നിട്ട് തലയിൽ നിന്നല്ലേ മുട്ട പോലെ തേങ്ങ വീഴുന്നത്. ആ തേങ്ങ വീണാലൊരു പ്രശ്നമുണ്ട്, മുട്ട വീണാൽ താഴത്ത് പൊട്ടും, തേങ്ങ തലയിൽ വീണാൽ തലയെ പൊട്ടുള്ളൂ. അത് ആലോചിച്ചോളൂ, അത് തെങ്ങാണ്. ഇങ്ങനെ സസ്യങ്ങളെ കൊണ്ട് പല കടങ്കഥകളുണ്ട്. ആ സസ്യങ്ങളുടെ കടങ്കഥകൾ മാത്രം നമുക്ക് നോക്കാം. അമ്മ കല്ലിലും മുള്ളിലും, മകൾ കല്യാണപ്പന്തലിൽ. ഇപ്പൊ ഹിന്ദു ആചാരപ്രകാരം കല്യാണപ്പന്തലിൽ നിങ്ങൾക്കറിയാം, ഒരു പറയിൽ ഒരു പറ വയ്ക്കും. ആ പറയുടെ നടുവിലൊരു തെങ്ങിൻ പൂക്കുലയുണ്ടാകും. അവിടെ കുറച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. മുറത്തിൽ കുറച്ച് നെല്ല് കൊണ്ടുവരും. ഒരു ചാക്കിൽ നെല്ലുണ്ടാവും, ആ മുറത്തേക്ക് ഒഴിക്കും, അതിൽ നിറയ്ക്കും. അങ്ങനെ നിറപറയും പൂക്കുലയും വെച്ചിട്ടാണ് ഹിന്ദു വിവാഹങ്ങളിൽ ആ ഒരു മംഗളകാര്യം നടക്കുക.
അപ്പൊ തെങ്ങും പൂക്കുല എവിടെയാ ഇരിക്കുന്നത്? അത് കല്യാണപ്പന്തലിലാണ്. അമ്മ എവിടെയാ? അമ്മ കല്ലിലും മുള്ളിലുമാണ്. അമ്മ ആ കല്ലിലും മുള്ളിലും നിൽക്കുകയാണ്. അതാണ് അമ്മ കല്ലിലും മുള്ളിലും, മകൾ കല്യാണപ്പന്തലിൽ തെങ്ങാണ്. അമ്മ കറുത്തത്, മകൾ വെളുത്തത്, മകളുടെ മകളോ അതിസുന്ദരി. വെള്ളില കണ്ടിട്ടുണ്ടോ? വെള്ളിലവല്ല, വെള്ളില കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വെള്ളില കണ്ടിട്ടുണ്ടോ? പോകുമ്പോ കാണാം. ഏറ്റവും തുമ്പത്ത് അതിമനോഹരം, അതിനിടയിൽ കുറച്ചും കൂടി വെളുത്തത്. അപ്പൊ അമ്മ കറുത്ത്, മകൾ വെളുത്ത്, മകളുടെ മകളോ അതിസുന്ദരി. വെള്ളിലയാണ്. ഇനി നോക്കൂ, അമ്മ കൊലുന്നനെ, മകൾ കുരുന്നനെ. അമ്മ എങ്ങനെയാ? കവുങ്ങിന്റെ കാര്യം എങ്ങനെയാ? കവുങ്ങ് ഇങ്ങനെ കൊലുന്നനെ, കൊലുന്നനെയാണ്. ഇർക്കില സുന്ദരി എന്നൊക്കെ പറയും അല്ലെ? ഇങ്ങനെ കൊലുന്നനെ നിൽക്കുകയാണ്, സ്ലിം ബ്യൂട്ടി. എന്നിട്ടോ മകളോ അടയ്ക്കോ അതിങ്ങനെ ഉരുണ്ടിട്ട. ഓക്കെ, അത് കവുങ്ങാണ്. ആനയ്ക്കും പാപ്പാനും നിലയ്ക്കാത്ത വെള്ളത്തിൽ കാവശ്ശേരി കുട്ടികൾക്ക് കഴുത്തറ്റം വെള്ളം. ആമ്പല് നിൽക്കുന്നത് കണ്ടോ? കഴുത്തിന്റെ അറ്റം വരെ വെള്ളമാണ്. പക്ഷെ ആന നിന്നാലോ മുങ്ങിപ്പോവും, പാപ്പാൻ നിന്നാലോ മുങ്ങിപ്പോവും. അത്ര ആഴമാണ്. പക്ഷെ പാമ്പലിന്റെ കഴുത്തറ്റം വരെ വെള്ളമാണ്, വെള്ളത്തിൽ കയറിയിട്ടില്ല. ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട്, ജീരകം പൊതിയാൻ ഇലയില്ല. പുളിമരം നോക്കിയിട്ടുണ്ടോ നിങ്ങൾക്ക്? ചെറിയ ഇലയാണ് പുളിമരത്തിന്റെ ഇല. പക്ഷെ അതിന്റെ തണലോ വിസ്തരിച്ച് നിൽക്കും. ആനയ്ക്ക് തണലുണ്ട്, പക്ഷെ ഇല കൊണ്ട് ജീരകം പൊതിയാൻ പറ്റില്ല. 1000 കിളിക്ക് ഒരു കൊക്ക്. വാഴക്കൂമ്പ് കണ്ടിട്ടുണ്ടോ? വാഴക്കൂമ്പ്. ആ വാഴക്കൂമ്പിൽ നമുക്കറിയാം 1000 കിളിക്ക് ഒരു കൊക്ക്. വാഴക്കൂമ്പ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത്തിരി കുഞ്ഞൻ ഒരൊറ്റക്കണ്ണ്. ഇത്തിരി കുഞ്ഞൻ, ചെറിയ മഞ്ചാടിക്കുരു കണ്ടിട്ടുണ്ടോ? ഒരു ചെറിയ സാധന, അതിൻ്റെ മുകളിൽ കറുത്ത പാടുണ്ടായിരിക്കും, ഒരു കറുത്ത കണ്ണ് പോലത്തെ ഒരു സാധനം, ഒരു ചുവന്നയിൽ. അത് കുന്നിക്കുരുവാണ്. ഇരുമ്പ് പെട്ടിയിൽ വെള്ളിക്കട്ടി. അതെന്താ? മാങ്ങാണ്ടി, മാങ്ങാക്കൊരട്ട എന്ന് പറയും. ഇരുമ്പ് പെട്ടിയിൽ വെള്ളിക്കട്ടി. ഉടുതുണി ഇല്ലാത്തോൻ കുട ചൂടി നിൽക്കുന്നു. കണ്ടിട്ടുണ്ടോ? ചേനയൊക്കെ കാണണം. ചേനയ്ക്ക് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉടുതുണി ഇല്ലാത്തോൻ ചേന അങ്ങനെ നിൽക്കും, നല്ല കൊടയും വിരിച്ചിട്ട്. അതിന് പനയ്ക്ക് പറയും, കൂണിന് പറയും, തെങ്ങ് കവുങ്ങിനൊക്കെ പറയും. എന്നെ തൊട്ടാൽ തൊടുന്നവൻ നാറും. ചന്ദനമാണേ. ആ നാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മണമാണ്. ഒരമ്മ പെറ്റ മങ്ങളെല്ലാം തുള്ളിത്തുള്ളി. ആലിലയാണ്. ആലിലയിൽ ഇങ്ങനെ വെള്ളം തുറ്റി തുറ്റി വരുന്നത് കാണാം. ഒരമ്മ പെറ്റ മക്കളെല്ലാം തൊപ്പിക്കാർ. അടയ്ക്ക. ഒരു കുന്തത്തിന്മേൽ 1000 കുന്തം. തെങ്ങോല. നിങ്ങളൊന്ന് മനസ്സിൽ കണ്ടാൽ മതി. കറിക്ക് മുമ്പൻ ഇലയ്ക്ക് പിമ്പൻ അല്ലെ? ഇലയിൽ എടുത്തിട്ട് പുറത്തേക്ക് ഇടും. കറിവേപ്പില. കാട് വെട്ടി ഓട് വെട്ടി വെള്ള വെട്ടി വെള്ളം കണ്ടു. കാട് വെട്ടി ഓട് വെട്ടി വെള്ള വെട്ടി വെള്ളം കണ്ടു. മനസ്സിൽ വന്നുവോ? തേങ്ങ. അകത്ത് തിരി തെറുത്തു, പുറത്തു മുട്ടയിട്ടു. കുരുമുളക് തിരിയിടുമ്പോൾ പോയി നോക്കി നോക്ക്, മനസ്സിലാവും. അകം എല്ലും തോലും, പുറ പൊന്തം പൊന്തം. വൈക്കോൽ തുറു കണ്ടിട്ടുണ്ടാവില്ല, ഞങ്ങളുടെയൊക്കെ കാലത്തുണ്ടായിരുന്നു. അക്കരെ നിൽക്കും കാളക്കുട്ടന് 62 മുടിക്കയറ്. മത്തത്തണ്ടാണ്. മത്ത ഒന്ന് കണ്ടു നോക്ക്. അക്കരെ വെടി പൊട്ടുമ്പോൾ ഇക്കരെ കുട വിരയുന്നു. ഇടിവെട്ടി കൂൺ മുളയ്ക്കുക. കൂണ് കൂട്ടിയിട്ടുണ്ടോ? അങ്ങനെയുള്ള കൂണ്. ഇടിവെട്ടിക്കഴിഞ്ഞാൽ അന്നൊക്കെ വൈക്കോലിൽ കൂണുണ്ടാവും കേട്ടോ. ആ കൂണ് ഭയങ്കര രുചിയാണ്. മന്ദൻ കാളയുടെ മുടി. അങ്ങ് കിടക്കണ മന്ദൻ കാളയ്ക്കത്ര നീണ്ട മുടിക്കയറ്. മത്തനാണ്. അങ്ങുരുണ്ടു ഇങ്ങുരുണ്ടു അങ്ങാടി മുറ്റത്തൊന്നുരുണ്ടു. കുരുമുളക്. എത്ര രസാടോ പഠിക്കാൻ ഇതൊക്കെ അല്ലേ? അച്ഛനൊരു പട്ടു തന്നു, മുക്കിയിട്ടും നനയുന്നില്ല. ഏതാ? ചേമ്പില, താമരയില. മുക്കി നോക്ക്, നനയോന്ന്. അച്ഛൻ മുള്ളൻ, അമ്മ മിനുമിനു, മോൾ മണിമണി. ഒന്ന് ആലോചിച്ച് നോക്ക്. അച്ഛൻ മുള്ളൻ, അമ്മ മിനുമിനു, മോൾ മണിമണി. ചക്കയാണ്. അടിപാറ നടുവടി മീതക്കുട. ചേനയാണ്. ചേന നിൽക്കുന്ന അടിയിലും ഒന്ന് മാന്തിയൊക്കെ പട കിട്ടുന്നേ ഉള്ളൂ. അടിയിൽ പാറയിലാണ് വെക്കുക ചേന. നടുങ്ങനെ നിവർന്ന് നിൽക്കും. മീതെ കുട. ആനയ്ക്ക് നിൽക്കാൻ നിഴലുണ്ട്, ജീരകം പൊതിയാൻ ഇലയില്ല. പുളിമരം. കാൽ കറുപ്പും മുക്കാൽ ചുവപ്പും. കുന്നിക്കുരു. കാള കിടക്കും കയറോടും. മത്തൻ. കൊച്ചിയിൽ വിതച്ചത് കൊല്ലത്ത് കായ്ച്ചു. വെള്ളരിക്ക. ചുള്ളിക്കൊമ്പിൽ മഞ്ഞക്കിളി. ചുള്ളിക്കൊമ്പിൽ മഞ്ഞക്കിളി. പറക്കി വാങ്ങി ഒന്ന് കണ്ടോ ചോക്ക്. ചെടിയാൽ കായ, കായയിൽ ചെടി. ചെടിയാൽ കായ, കായയിൽ ചെടി. കൈതച്ചക്ക കണ്ടിട്ടുണ്ടാ? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ചെപ്പു നിറം പച്ച ഇറച്ചി. കപ്പ. ചെറുതിരിയൊന്നിൽ ചെറുമണി കുരുമണി. കുരുമുളക്. തലവട്ടിയിൽ തടി തൊട്ടിയിൽ. നെല്ല്. തേൻ കുടത്തിലൊറ്റക്കണ്ണൻ. ചക്കക്കുരു. തൊട്ടാൽ ചൊറിയൻ തിന്നാൻ രസികൻ. ചേന. തൊട്ടാൽ പിണങ്ങും ചങ്ങാതി. തൊട്ടാവാടി.
തോട്ടുവക്കത്തൊരമ്മൂമ്മ പട്ടിട്ടു മൂടി, കൈതച്ചക്ക നിലങ്കീറി പൊന്നെടുത്തു പഞ്ഞൽ, മകൻ അറയ്ക്കകത്ത് അമ്മ പുരയ്ക്ക് പുറത്ത്, നെല്ലും വൈക്കോലും മണ്ണിനടിയിൽ പൊന്നമ്മ മഞ്ഞൾ, വെള്ളി വെട്ടി വെട്ടി വെള്ളം കണ്ടു തേങ്ങ, മുക്കണ്ണൻ ചന്തയ്ക്ക് പോയി തേങ്ങ, മുള്ളിനുള്ളിലെ സുന്ദരിക്കുട്ടി റോസാപുഷ്പം, മുള്ളുണ്ട് മുരിക്കല്ല കൈപ്പുണ്ട് കാഞ്ഞിരമല്ല, പാവയ്ക്ക മുള്ളുണ്ട് മുരിക്കല്ല വാലുണ്ട് പശുവല്ല, ചക്ക ഭാവനയിൽ കാണുക, മുമുറ്റത്തു നിൽക്കും മണികണ്ഠനാനയ്ക്ക് 33 മുറിത്തുടൽ വാഴക്കുല. ഓക്കെ, അപ്പൊ കടങ്കഥയോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടാതെ നമുക്ക് കോഴ്സിനും ഇതേ സ്റ്റൈലാണ്. നിങ്ങൾക്ക് പഠിക്കാൻ ക്ലാസ് തരുന്നു, അതിന് നോട്ട് തരുന്നു, അതിൽ നിന്ന് എന്ത് തരുന്നു, പിന്നീട് അതിൽ നിന്ന് നിങ്ങൾക്ക് മറ്റേ AI എല്ലാ സബ്ജക്റ്റിനും AI ടീച്ചർ ഉണ്ടായിരിക്കും 24/7. അതുകൂടാതെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ ഡൗട്ട് ചോദിക്കാം. എല്ലാ സബ്ജക്റ്റിനും AI ടീച്ചർ ഉണ്ടായിരിക്കും. ആ AI ടീച്ചർ 24/7 അവൈലബിൾ ആയിരിക്കും. കൂടാതെ മൊഡ്യൂൾ എക്സാമുകൾ ഉണ്ടായിരിക്കും, ദിനംപ്രതി എക്സാമുകൾ ഉണ്ടായിരിക്കും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. മോക്ക് ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാൻ ഉണ്ടായിരിക്കും. നിലവിൽ 999 രൂപയാണ്. ലിങ്ക് ഞാൻ താഴെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അല്ലാത്തവർക്ക് നമ്മുടെ ഈ ഫ്രീ കോഴ്സ് ഇത് സ്ഥിരമായിട്ടുണ്ടായിരിക്കും. ഈ രീതിയിൽ പഠിച്ചു പോവുക. ബാക്കി LDCക്ക് എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോ ഇട്ടുണ്ട്. ആ വീഡിയോ കാണുക. ഓക്കെ, താങ്ക് യു ആൾ. എല്ലാവർക്കും നല്ല ദിവസവും നല്ല ആശംസകളും.